ബദലഗേമിലെ കാലത്തോടുകൂടിയുള്ള ഉണ്ണിയേശുവിനെ കുറിച്ച് ആട്ടിടയന്മാർക്ക് സന്ദേശമാണ്. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രിയപ്പെട്ടവരെ, 2024 ഈ ക്രിസ്മസ് ആഘോഷത്തോട് അനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ശാന്തായാത്ര ലോക സമാധാനവും സഹോദര്യവും വിളിച്ചോതുന്ന നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയുടെ ഒരു വലിയ പ്രതീകമാണ്. ഈ പ്രദേശത്ത് നിന്നുള്ള 20 ഇടവകകളിൽ നിന്നുള്ള അച്ഛന്മാരും അംഗങ്ങളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യാനായി എത്തിയിരിക്കുന്ന ബഹുമാനം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട വൈക്കം ഡിവൈഎസ്പി ശ്രീ സിബിച്ചൻ ജോസഫ് അവர்கள் ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത് ബഹുമാനപ്പെട്ട വൈദികരുടെ ആശീർവാദ അനുഗ്രഹത്തോടു കൂടി ഈ രാജവേദികളിലൂടെ കടന്നു വരികയാണ് സാന്താ ഘോഷയാത്ര.
പെരുന്നാളിന് മാനവകുലം ഒരുങ്ങുമ്പോൾ ആഘോഷത്തിന് മാറ്റുമുട്ടിക്കൊണ്ട്
നേതൃത്വത്തിൽ സാന്റ യാത്ര ഇതാ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. തലയോലപ്പറമ്പിന്റെ ഗ്രാമവീഥികളിൽ പുളകം ചാർത്തുമാറ് കരോൾ ഗാനത്തിന്റെ ബീച്ചുകൾ ഈ അന്തരീക്ഷ 4 നിലകളിലൊക്കെ ഒരുപാട് കസേരകൾ ബാക്കിയുണ്ട്. ഇനി കസേര കിട്ടാത്തവർക്ക് ഈ ഭാഗത്ത് കസേരകളുണ്ട്. കേരളത്തിന്റെ അഭിമാനമായ വിശ്വസഞ്ചാരിയും ഈ ലോകത്തിന്റെ ഓരോ മുക്കിനെയും മൂലയിലെയും വിശേഷങ്ങൾ ഒപ്പിയെടുത്ത് മലയാളികളുടെ മനസ്സിൽ ആസ്വാദനത്തിന്റെ പുതിയ അനുഭൂതികൾ സൃഷ്ടിക്കുകയും ചെയ്ത കോട്ടയം ജില്ലയുടെ സ്വന്തമായ ശ്രീ സന്തോഷ് ജോർജ് കുളം, സീനായി യാക്കോബായ സുറിയാനി പള്ളി വടകര, സെന്റ് സ്റ്റീഫൻസ് CSI പള്ളി വടകര, സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി പ്രസാദഗിരി, സെന്റ് ലൂക്ക് CSI പള്ളി വരിക്കാപ്പൂർ, സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ബ്രഹ്മമംഗലം, സെന്റ് ജോസഫ് ക്രാനായ ചർച്ച് കരിപ്പാടം, മോർ ഔഗൻ യാക്കോബായ സുറിയാനി പള്ളി മണകുന്നം, മോർ ഔഗൻ ഓർത്തഡോക്സ് സുറിയാനി പള്ളി മണകുന്നം, സെന്റ് മേരീസ് ചർച്ച് വല്ലകം, ഇൻഫന്റ് ജീസസ് ചർച്ച് വടയാർ എന്നീ പള്ളികളിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ സാന്റ യാത്ര ഇതാ ഈ ജോർജിയൻ നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തലയോലപ്പറമ്പിന്റെ ഗ്രാമവീഥികളെ പുളകം ചാർത്തുമാറ് കരോൾ ഗാനത്തിന്റെ വീഥികൾ ഈ അന്തരീക്ഷമാകെ നിറഞ്ഞു കവിയുന്നു. ഭൂമിയിൽ സമാധാനം എന്ന പ്രാർത്ഥന നിറഞ്ഞു കവിയുന്ന ഈ ആഘോഷവേളയിൽ തലയോലപ്പറമ്പും അതിന്റെ സമീപ പ്രദേശങ്ങളും ഒരു മനവും മേനയുമായി അണിഞ്ഞൊരുങ്ങിയ അതിസുന്ദരമായ മുഹൂർത്തത്തിന് ഈ ജോർജിയൻ നഗരം സാക്ഷിയാവുകയാണ്. സർവപ്രപഞ്ചത്തിനും സന്തോഷത്തിന്റെ സദ്വാർത്ത സമ്മാനിക്കുന്ന തിരുപ്പിറവിയുടെ ചൈതന്യം നുകരാൻ തലയോലപ്പറമ്പിലെ ചരിത്രത്തിലെ ഈടുറ്റ ഒരേടായി ഈ സായാഹ്നം മാറുമെന്നതിന് സംശയമില്ല. ഈ സമ്മേളനവും തുടർന്ന് വരുന്ന കലാപരിപാടികളും നമ്മുടെ കൂട്ടായ്മ വളർത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. വചനം മനുഷ്യനായി. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തോട് മുഴുവൻ, ഈ മാനവ സമൂഹത്തോട് മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകുന്നത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകുമ്പോഴാണ്. ഈ ഭൂമിയിൽ സമാധാനമില്ലാതെ മനുഷ്യർ പരസ്പരം എവിടെ കലഹിക്കുന്നുവോ അവിടെ ദൈവത്തിന് മഹത്വമില്ല. ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ പരസ്പരം ശണ്ഠ കൂടി വഴക്കുണ്ടാക്കുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വത്തെ കുറയ്ക്കുകയാണ്. The glory of God is man fully alive എന്നാണ് വിശുദ്ധ ഐറേനിയസ് എന്ന വിശുദ്ധൻ പറഞ്ഞു വെച്ചത്. ഇതിന്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് തലയോലപ്പറമ്പിലെ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള അച്ഛന്മാരും കമ്മിറ്റിക്കാരൊക്കെ ഒരുമിച്ച് കൂടി ആലോചിച്ചാണ് ഇന്ന് ക്രിസ്മസിനോട് അടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. വളരെ ആവേശകരമായ പ്രതികരണമാണ് എല്ലാ കോണുകളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സായാഹ്നം അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്, സുന്ദരമാണ്. തലയോലപ്പറമ്പ് മതസൗഹാർദ്ദതയ്ക്ക് പേരുകേട്ട നാടാണ്. കഥയുടെ സുൽത്താൻ എന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മദ്രാസ് ഗവർണറുമായിരുന്ന ശ്രീ AJ ജോണിന്റെ സ്വന്തം സ്ഥലം, സ്വന്തം ഇടവക. ഇതുപോലെ മതമൈത്രിയുടെ ഒരു കൂട്ടായ്മയാണ്. കായലും പടിഞ്ഞാറൻ നാടും മലനാടും ഒക്കെ സംഗമിക്കുന്ന, കുട്ടനാടൻ പാടശേഖരങ്ങൾ തുടങ്ങുന്ന പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രദേശം. ഇവിടെ നാനാജാതി മതസ്ഥരായ മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം പങ്കിട്ട് സ്നേഹിച്ച് തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നു. വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ പരസ്പര ധാരണയിലും ഐക്യത്തിലും ഒരുമിച്ച് മുന്നേറുന്നു. ഇതാണ് ഭൂമിയിലെ സ്വർഗം. തലയോലപ്പറമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സൗഹാർദ്ദം ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഒരു അതിഥിയെ വിളിക്കണം, ഒരു ടോക്ക് നമുക്ക് വേണം. അത് മനുഷ്യനെ പറ്റി, നമ്മുടെ സംസ്കാരത്തെ പറ്റി, സാഹോദര്യത്തെ പറ്റി, യുവത്വത്തെ പറ്റി, വളർച്ചയെ പറ്റിയൊക്കെ ഒരുപാട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയും. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ വിനോദയാത്രയ്ക്കായിട്ട് പോകാൻ അദ്ദേഹം ഒരുങ്ങുകയാണ്. വെർജിൻ ഗാലക്റ്റിക് കമ്പനിയുടെ ഈ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനമൊക്കെ അദ്ദേഹം കഴിഞ്ഞു വന്നിരിക്കുകയാണ്. 140-140 രാജ്യങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത്, അത് സ്ക്രിപ്റ്റ് എഴുതി, അത് സംവിധാനം ചെയ്ത്, അത് എഡിറ്റ് ചെയ്ത്, ഇതെല്ലാം 1500-ലേറെ എപ്പിസോഡുകൾ ഈ നമ്മുടെ കേരളത്തിന്, ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു മഹാത്ഭുതമാണ് നമ്മുടെ മുമ്പിലുള്ളത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. വിദ്യാഭ്യാസ രംഗത്ത്, ഹോസ്പിറ്റാലിറ്റി രംഗത്ത്, യാത്രാ രംഗത്തൊക്കെ ഒരു അതികായനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശബ്ദം, അഭിപ്രായം കേരളം ശ്രദ്ധിക്കുന്നു, ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുന്ദരമായ സായാഹ്നത്തിൽ നമുക്കായി സന്ദേശം നൽകാൻ എത്തിയിരിക്കുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അവർക്ക് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഏറ്റവും ആദരപൂർവ്വം, സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. $1510 എപ്പിസോഡുകൾ പിന്നിട്ട
സഞ്ചാര പരിപാടിയുടെ നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനും ഛായാഗ്രാഹകനും ഇദ്ദേഹം തന്നെയാണ്. UK ആസ്ഥാനമായുള്ള വെർജിൻ ഗാലക്റ്റിക് കമ്പനിയുടെ ബഹിരാകാശ വിനോദയാത്രാ പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന ആദ്യ വ്യക്തി. 6 ഗ്രന്ഥങ്ങൾ രചിച്ച ഇദ്ദേഹത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഏഷ്യൻ ടെലിവിഷൻ അവാർഡ്, KR നാരായണൻ പുരസ്കാരം, കേരള ഫിലിം ക്രിറ്റിക് അസോസിയേഷൻ അവാർഡ്, നാഷണൽ ഫിലിം അക്കാദമി അവാർഡ് തുടങ്ങിയ ഒട്ടനവധി അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട്. നമ്മളേവരും കാണാനും കേൾക്കാനും കൊതിച്ചിരുന്ന ആ വിനാഴിക ഇതാ എത്തിയിരിക്കുന്നു. ക്രിസ്മസ് ട്രീയുടെ സ്വിച്ച് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിനും സന്ദേശം പങ്കുവയ്ക്കുന്നതിനുമായി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബെന്നി ജോൺ മാരാമ്പറമ്പലച്ച, ബഹുമാനപ്പെട്ട വൈക്കം DSP സിരിച്ചൻ സാർ, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ, ബഹുമാനപ്പെട്ട വൈദികരെ, ഫാദർ തോമസ്, ഫാദർ ജോർജ്, ഫാദർ ജ്യോതിസ് പോത്താറ, മറ്റ് ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ പരിപാടിയുടെ സംഘാടകരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തലയോറപ്പറമ്പിൻ്റെ പരിസര പ്രദേശത്തു നിന്നും തലയോറപ്പറമ്പിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇത് സാഹോദര്യത്തിൻ്റെ ഒരു സായാഹ്നമാണ്. അത് ഈ തലയോലപ്പറമ്പിൽ തന്നെ ആവുന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. ഞാൻ വായിച്ചു തുടങ്ങിയ, പാഠപുസ്തകമല്ലാതെ വായിച്ചു തുടങ്ങിയ ആദ്യത്തെ പുസ്തകം കഥ ഈ തലയോലപ്പറമ്പിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയായിരുന്നു അത്. മൂവാറ്റുപുഴയാറിലെ വെള്ളപ്പൊക്കവും തുടർന്ന് നാട്ടിലുണ്ടായ ചില പ്രശ്നങ്ങളും ഒപ്പം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ജീവിതവും ഒക്കെ വിവരിക്കുന്ന ആനപ്പൂട എന്നൊരു കഥ. ഒപ്പം തുടർന്നങ്ങോട്ട് ബഷീറിൻ്റെ നിരവധിയായ ഗ്രന്ഥങ്ങളിലൂടെ ഈ തലയോലപ്പറമ്പിൻ്റെ നാട്ടുകാരുടെ ഒക്കെ കഥകളാണ് ഞാൻ ബാല്യകാലത്ത്, അതായത് ഒരു പ്രൈമറി സ്കൂളിൻ്റെ അവസാന കാലം മുതൽ UP കാലഘട്ടം മുഴുവൻ വായിച്ചിട്ടുള്ളത്. ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമായും പാത്തുമ്മയും ഒക്കെ ചേർന്ന ഒരു സമൂഹം, സർവമതസ്ഥരും ഒന്നിച്ചൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം കളിയാക്കിയും പരിഹസിച്ചും കുശുമ്പ് കാണിച്ചും ഒക്കെ സ്നേഹത്തോടെ ഉള്ളിൽ സ്നേഹവുമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം. ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല അത്തരത്തിലുള്ളൊരു സാഹോദര്യം. ആ സാഹോദര്യം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഏത് ഭാഗത്തു നിന്നുണ്ടാവുന്നതും ഏറ്റവും ഹൃദ്യമായ കാര്യമാണ്. ഇവിടെ ഇന്ന് ക്രിസ്ത്യൻ സഭകളുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ക്രിസ്മസ് സന്ധ്യയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സമൂഹം മാത്രമായുള്ള ഒരു ക്രിസ്മസ് സായാഹ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു 75-80 കൊല്ലം മുമ്പത്തെ, അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പത്തെ തലയോലപ്പറമ്പിൻ്റെ ആ ഹൃദ്യമായ ആ സാഹോദര്യത്തിൻ്റെ ഒരു കാലഘട്ടം കൂടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് ആഘോഷമായി മാറുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തലയോലപ്പറമ്പ് എൻ്റെ അടുത്ത നാട്ടിലെ ഏറ്റവും പ്രതിഭാശാലികൾ ജനിച്ചു വളർന്ന് വിരാജിച്ച നാടാണ്. ഞാൻ മരങ്ങാട്ടുപള്ളി എന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്തേക്ക് ആഴ്ചയിൽ 2 തവണ പോകും. അത് ഈ വഴിക്കാണ് പോകുന്നത്. അപ്പം ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും കടന്നു പോകുന്ന ഒരു പ്രധാന
ജംഗ്ഷനാണിത്. കൂടാതെ വൈക്കത്തെ ചെമ്പില് ഞാനൊരു ചെറിയ ഹെറിറ്റേജ് സെന്റർ നടത്തുന്നുണ്ട്. അവിടേക്ക് പോകുമ്പോഴും ഈ വഴിക്കാണ് പോവുക. ഈ ചന്തയിലൂടെ കടന്ന് മറവന്തുരുത്ത് വഴി ആ ഭാഗത്തൂടെ ആ പാലം കടന്ന് ചെമ്പിൽ ചെന്ന് ചേരുന്ന യാത്ര. അപ്പോൾ തലയോലപ്പുറമിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. എൻ്റെ കോളേജ് കാലം മുതലുള്ള സുഹൃത്തുക്കളുള്ള ഒരു നാട് കൂടിയാണ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങളിൽ പലരും എന്നെ നേരിൽ കണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായാൽ, ചോദിക്കാൻ അവസരം കിട്ടിയാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി ഞാൻ ഇന്നത്തെ എൻ്റെ സംഭാഷണം തുടങ്ങാമെന്ന് കരുതുകയാണ്. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ഏറ്റവും നല്ല നാട് ഏത് എന്നാണ്. നിങ്ങൾ 148 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. ഈ 148 രാജ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഏത് എന്നാണ് നിങ്ങൾ പലരും എന്നോട് ചോദിക്കാൻ ഇപ്പോൾ അവരവസരം കിട്ടിയാൽ ചോദിക്കാൻ പോകുന്ന മിക്കവാറും ഈ ചോദ്യമായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഒരു നാടിനെ ഇഷ്ടപ്പെടുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. പ്രകൃതിയുടെ സൗന്ദര്യമാണോ? നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണോ? നല്ല ഉയരമുള്ള വെള്ളച്ചാട്ടമാണോ? ധാരാളം വന്യമൃഗങ്ങളാണോ? സുന്ദരീ സുന്ദരന്മാരായ മനുഷ്യരാണോ? എന്താണ് ഒരു നാട്ടിലൂടെ നിങ്ങൾ ദീർഘമായ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ആ നാടിനെ സ്നേഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം? എൻ്റെ 27 വർഷത്തെ യാത്രകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു അന്യനാട്ടുകാരൻ അവിടെ ചെല്ലുമ്പോൾ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാകുന്ന ഒരു ജനസമൂഹമുള്ള നാടാണ് ഏറ്റവും നല്ല നാട് എന്നാണ്. ഞാൻ ഈ ഭൂമിയിലെ മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലൂടെയും അന്റാർട്ടിക്ക ഉൾപ്പെടെ സഞ്ചരിച്ചു കഴിഞ്ഞു. എല്ലാ ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്തു. അവിടെ ഏറ്റവും അധികം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നമ്മളെ സ്വീകരിച്ച നാട്, നമ്മളെ ഒരു അന്യനല്ലാതെ കണ്ട നാട്, വീടിനുള്ളിലേക്ക് ക്ഷണിച്ച നാട്, വീട്ടിനുള്ളിൽ അവർ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്കെടുത്ത് നമ്മളെ സൽക്കരിച്ച നാട് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഒന്ന് പറയും, അത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ല, ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നില്ല, മധ്യേഷ്യയിലെ ചില മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു. ഞാൻ ഈ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും നമുക്കറിയാം ക്രിസ്തീയ സഭകളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളാണ്. സാഹോദര്യത്തെക്കുറിച്ച് ഏറ്റവും അധികം ഉത്ബോധിപ്പിച്ച ഒരു വിപ്ലവകാരിയായ ഒരു ദൈവപുത്രന്റെ അനുയായികൾ എന്ന് അഭിമാനിക്കുന്നവരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ മനുഷ്യന് പോലും ഒരു അന്യനാട്ടിലേക്ക് ആ മനുഷ്യന്റെ പിറവി അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് എത്തിച്ചേർന്നു പേരെഴുതിക്കുക എന്ന കർമ്മത്തിന് വേണ്ടി. അവിടെ ആ സമുദായത്തിലെ ജൂത സമുദായത്തിലെ ഒരു മനുഷ്യൻ പ്രസവിക്കാറായ ഒരു സ്ത്രീക്ക് കയറിക്കിടക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടില്ല. ഒടുവിൽ ഒരു പുൽത്തൊഴുത്തിൽ, ഒരു കന്നുകാലി തൊഴുത്തിൽ വെച്ച് ജനിക്കേണ്ട സ്ഥിതി ഉണ്ടായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് പിന്നീട് സാഹോദര്യത്തെക്കുറിച്ച്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യം തന്റെ അനുയായികൾ ഏൽപ്പിച്ച മനുഷ്യൻ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ മനുഷ്യപുത്രൻ ജനിക്കുന്നത് പിന്നീടുള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഈ ഇസ്രായേലിലെ ജൂത സമൂഹം വാതിൽ തുറന്നു കൊടുക്കാത്ത ആ മനുഷ്യന് പിന്നീട് അവിടെ വന്ന മുസ്ലിം സമുദായം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു വാതിൽ തുറന്നു കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പറയുന്നത് സാഹോദര്യം എന്നത് പ്രസംഗത്തിലല്ല, വേദപുസ്തകത്തിലല്ല, ജീവിതത്തിൽ പുലർത്തുന്ന സമൂഹങ്ങളെ ഞാൻ ലോകത്ത് കണ്ടിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളത് കുറ്റപ്പെടുത്തുമ്പോഴും അടുത്തിടപെടുമ്പോൾ സാഹോദര്യം നമ്മൾ അനുഭവിക്കുന്നത് ഈ മധ്യേഷ്യയിലെ, ഈ മധ്യപൂർവ്വ ദേശങ്ങളിലെ ഒക്കെ മുസ്ലിം സമുദായത്തിന്റെ സമീപത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണെന്ന് അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ തലയോലപ്പറമ്പ് പോലുള്ള സ്ഥലങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം സാമുദായിക വിദ്വേഷം കത്തിപ്പടരുകയാണ്. അത് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, വൈകിപ്പോയിട്ടില്ല. ഇത്തരം ഒത്തുചേരലുകൾ, ഇത്തരം സംഗമങ്ങൾ നമ്മുടെ എല്ലാ സമുദായങ്ങളിലെയും ഒത്തുചേർന്നുകൊണ്ട് സാഹോദര്യത്തിന്റെ വിളംബരങ്ങളാക്കി മാറ്റിയില്ലെങ്കിൽ
വരുന്ന പതിറ്റാണ്ടുകൾ കേരളം ദുരന്തപൂർണമായ കാലഘട്ടങ്ങളിലേക്ക് കടക്കുകയായിരിക്കും. നമുക്കൊക്കെ മനുഷ്യനെ വെറുക്കാനുള്ള, മനുഷ്യനെ ദ്രോഹിക്കാനുള്ള, വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിലാണ് നമ്മൾ ഹാപ്പിയാകുന്നത് എപ്പോഴാണ്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ വെറുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, വെറുക്കുന്ന ഒരു സമുദായത്തെ, നമ്മുടെ സമുദായത്തിൽ തന്നെ നമ്മൾ വെറുക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് പരിഹസിക്കാനുള്ള ഒരു കഷ്ണം വീഡിയോ കിട്ടിയാൽ നമ്മളന്ന് സംതൃപ്തനാണ്. അതൊരു1000 പേരിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ ആവേശത്തോടെ കാത്തു നിൽക്കുകയാണ്. ഈ ക്രിസ്ത്യാനികളുടെ സമൂഹം ഒന്ന് ചിന്തിക്കണം. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ഒരു സമുദായമായി തന്നെയാണോ നമ്മൾ ഈ തലയിൽ തൊപ്പിയും വെച്ച് ഇവിടെ വന്നിരിക്കുന്നതെന്ന്? കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കണോ ഈ മനുഷ്യന്റെ പഠിപ്പിച്ച ആരാധന നടത്താൻ എന്ന് തർക്കിക്കുന്ന, തമ്മിത്തല്ലുന്ന ഒരു സമുദായത്തിന് യേശു ക്രിസ്തു ജനിച്ച ദിവസത്തിന്റെ പേരിൽ ആഘോഷം നടത്താൻ അർഹതയുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. ഇതൊക്കെ കണ്ട് ഏറെ വേദനിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. ചില കാര്യങ്ങൾ, വിശ്വാസ സംബന്ധമായ ചില കാര്യങ്ങൾ, ദൈവവിശുദ്ധയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലും മറ്റു സമുദായങ്ങളിലും ഒക്കെ ചില സോഷ്യൽ മീഡിയ ജീവികൾ പ്രചരിപ്പിക്കുന്നത് ദൈവനിഷേധിയായ ഒരു മനുഷ്യൻ എന്നൊക്കെയാണ്. ഞാനിവിടെ വരാനൊരു 15 മിനിറ്റ് വൈകിയത്, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ, ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും മരങ്ങാട്ടുപള്ളിയിലെ എൻ്റെ പള്ളിയിലെ 4 മണിയുടെ കുർബാനയും കഴിഞ്ഞ് എൻ്റെ അമ്മയുൾപ്പെടെ എൻ്റെ പൂർവികരെ സംസ്കരിച്ചിട്ട് സെമിത്തേരിച്ചെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ മറ്റെന്ത് പരിപാടിക്കും പോകും. അത് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാനൊരു 15 മിനിറ്റ് വൈകിയത്. എനിക്ക് ദൈവവിശ്വാസമുണ്ട്. എൻ്റെ ദൈവവിശ്വാസം അന്ധവിശ്വാസമല്ല. എൻ്റെ ദൈവം വിവരദോഷിയല്ല. എൻ്റെ ദൈവം ശാസ്ത്രം നിഷേധിക്കുന്നവനല്ല. ഏത് ശാസ്ത്രജ്ഞനേക്കാളും ബുദ്ധിയും ബോധവും ഉള്ളയാളാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തിന് നല്ല യുക്തിബോധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം നിങ്ങളെ 2000 കൊല്ലമോ 5000 കൊല്ലമോ കാണാൻ പഠിപ്പിച്ച സാധനം മാത്രം ഉറച്ച് വിശ്വസിക്കുന്ന ആളല്ലെന്നും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്താണെന്ന് നല്ല നിശ്ചയമുള്ള ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന് അതൊക്കെ അറിയുന്ന, നിങ്ങൾക്ക് അതൊക്കെ പകർന്നു തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് ആ ദൈവം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ മക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരവരുടെ ബുദ്ധിയും കഴിവും ശാസ്ത്രബോധവും ഉപയോഗിച്ചാണ് ഉപജീവനം നടത്തുന്നതെങ്കിൽ, ആ ചിന്തയോടെ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവർ ജീവിക്കുന്ന ആ നാട്ടിലെ സമൂഹം എങ്ങനെ ജീവിക്കുമെന്ന് പഠിക്കാനും കൂടെ അവർ മനസ്സ് കാണിക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളും അതിനുവേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാഹോദര്യം എന്ന ഒറ്റ വാക്ക്, അതായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു വാക്ക്. സാഹോദര്യമില്ലാത്ത ഒരു ജനസമൂഹമായി നമ്മൾ മാറിയാൽ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യജീവന് വിലയില്ലാതെ ചിന്നിച്ചിതറി പോകുന്ന 10,000ങ്ങളുടെ മൃതദേഹങ്ങളുടെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ സാഹോദര്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നത്. അങ്ങനെ ആയി മാറാനാണ് നമ്മൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടും അങ്ങനെയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. സമുദായങ്ങൾക്കുള്ളിൽ പോലും എങ്ങനെ ഭിന്നിപ്പ് വളർത്താം, എങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനുഷ്യരാകാം, ഞാൻ പിടിച്ച ഭാഗം മാത്രം ശരിയെന്ന് മർക്കടമുഷ്ടിയോടുകൂടി നിന്ന് സമുദായത്തെ പോലും നമുക്ക് എങ്ങനെ ഭിന്നിപ്പിക്കാം, ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കുന്നിടത്താണോ സാഹോദര്യത്തെ കുറിച്ച് നമ്മൾ പ്രഭാഷണം നടത്തുന്നതെന്ന് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒത്തുചേരലുകൾ നമുക്കറിയാം. ഇങ്ങനൊരു ഒരു വേദിയിൽ നമ്മളെല്ലാവരും നിരന്നിരുന്ന് ഒരു പ്രഭാഷണ പരമ്പര തന്നെ നടത്തുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഈ സമുദായത്തിലേക്ക് ലഭിക്കേണ്ട സന്ദേശം എന്നൂടെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്.